കണ്ണൂർ പാറാട് വടിവാളുമായി അക്രമം നടത്തിയ കേസിൽ 5 CPM പ്രവർത്തകർ കൂടി അറസ്റ്റിൽ. മൈസൂരുവിൽ ഒളിവിൽ കഴിയവെയാണ് പ്രതികളെ പിടികൂടിയത്. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 12ആയി. 3 ലീഗ് പ്രവർത്തകരും അറസ്റ്റിലാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ വടിവാൾ ആക്രമണത്തിലാണ് CPM പ്രവർത്തകരെ പിടികൂടിയിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ മൈസൂരുവിൽ നിന്ന് പിടികൂടുകയായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ സൈബർ ഇടത്തിൽ കൊലവിളി നടത്തിയവരുണ്ട്. അതിനുശേഷം ഇന്നലെ പിണറായിയിലൊരു CPM പ്രവർത്തകൻ ബോംബ് പൊട്ടി കൈപ്പത്തി നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായിട്ട് അപ്പോൾ അവിടെ ക്രമസമാധാന നില ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ വലിയ രീതിയിൽ മോശമാവുന്ന സാഹചര്യമാണോ? അങ്ങനെ ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് 2 ദിവസങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. അതിനിടയിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോലീസിന്റെ നിരീക്ഷണം ഒക്കെ കർശനമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ വടിവാൾ വീശിയ സംഭവം ഉണ്ടായത് കണ്ണൂർ പാറാടായിരുന്നു. പാറാട് ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ 7ഓളം CPIM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ചിലർ മൈസൂരുവിലേക്ക് കടന്നു കളഞ്ഞത്. അവരെയാണ് ഇപ്പോൾ കൂത്തുപറമ്പ് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. 5 പേർ പിടിയിലായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരത്ത്, ശ്രീജി, അശ്വന്ത്, ശ്രേയസ്, അതുൽ എന്നീ CPIM പ്രവർത്തകരെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. കൊളവല്ലൂർ പോലീസായിരുന്നു ഇവർക്കെതിരെ കേസെടുത്തിരുന്നത്. 3 മുസ്ലിം ലീഗ് പ്രവർത്തകരും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഏതാണ്ട് 60ഓളം CPIM പ്രവർത്തകർക്കെതിരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരുന്നത്. നിരവധി UDF പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരുന്നു. ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പോലീസ് നൽകിയിട്ടുള്ള വിവരം. ഈ പ്രദേശത്ത് ഇപ്പോഴും പോലീസിന്റെ ഒരു നിരീക്ഷണം കർശനമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി, അഭിജിത്ത് മുഴക്കുന്നതാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.